അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഇന്ന് 3 ഇൻഗ്രീഡിയൻസ് മതി. അതിലൊന്നാണ് ഓറിയോയുടെ ബിസ്ക്കറ്റ്, 2 നമുക്ക് ബേക്കിംഗ് പൗഡർ, 3 പാല്. ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഓറിയോൻ്റെ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ്, ഏത് ക്രീം ബിസ്ക്കറ്റോ ആണെങ്കിലും എടുക്കാം. ബോർബോണോ അല്ലെങ്കിൽ ഓറിയോൻ്റെ തന്നെ ചോക്ലേറ്റ് ഫ്ലേവറോ. ഞാനിപ്പോൾ സാധാ ഒറിജിനൽ മിൽക്കിൻ്റെ ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 3 ഉള്ളൂ കേട്ടോ ഈ ഒരു പാക്കറ്റിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വെച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് 28 ബിസ്ക്കറ്റാണ്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡിലാട്ടോ പറയുന്നത്. അപ്പോൾ അത് ഞാൻ മിക്സിയിലാണിത് എല്ലാം മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഓറിയോൻ്റെ ബിസ്ക്കറ്റാണ് ഇതിലിട്ട് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന 28 ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഒറ്റയടിക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പകുതിയായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബിസ്ക്കറ്റ് പൊട്ടിച്ച് ഇതിലേക്ക് ഇടാൻ പോവാണ്. എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ചിടാം കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് മിക്സായി കിട്ടുമല്ലോ. ക്രീമും രണ്ടും കൂടി ഒരുമിച്ചാണ്. അപ്പോൾ അതാ ഞാൻ പകുതി ബിസ്ക്കറ്റ് നമ്മുടെ ജാറിലേക്ക് പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബാലൻസ് ഉള്ള ബിസ്ക്കറ്റും കൂടി ഇട്ടതിന് ശേഷം നല്ല ഫൈൻ പൗഡറായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഉള്ള ഈ ബിസ്ക്കറ്റും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് പാലാണ്. ഇവിടെ ഞാനിപ്പോൾ ഒരു 240 ml പാൽ എടുത്തിട്ടുണ്ട്. ഈ പാലാണ് നമ്മളിനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ പാൽ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന എല്ലാ ഐറ്റം റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിക്കുന്നതിന് മുന്നേ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അടിയിലുള്ളതൊക്കെ കൂടി ഒന്ന് നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം നമുക്ക് അടിച്ചെടുക്കാം. ബാറ്റർ നല്ലോണം മിക്സ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിലാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന ഒരു സോസ് പാനാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിരിക്കുന്ന ഒരു പാത്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഓയിൽ തടവി കൊടുക്കണം. അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് എടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഓയിൽ തടവി കൊടുക്കാം. താഴെയും സൈഡിലൊക്കെ നല്ലോണം തടവി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഓയിൽ തടവി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെക്കുന്നത്. ഇത് വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ബട്ടർ പേപ്പറിൻ്റെ മേളിലും കൂടി ഞാനൊന്ന് എണ്ണ തടവി കൊടുക്കുകയാണ്. ഒന്ന് സ്റ്റിഫായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്ററിയിലേക്ക് ഒഴിക്കാം. ഇതപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഞാൻ പാനിലേക്ക് ഫുൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഞാനൊരു തവ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഈ തവ ഒന്ന് ചൂടാക്കാൻ വെക്കും. കാരണം നമ്മൾ ഓവനൊക്കെ പ്രീ ഹീറ്റ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ഈ തവ ഒന്ന് ഹീറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ തവയൊന്ന് ഹീറ്റാക്കാം ആദ്യം. ഇതിപ്പോൾ നമ്മുടെ തവ നല്ലോണം ഹീറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് ആക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ലോ ഫ്ലെയിമിലാണ് നമ്മൾ കേക്ക് വേവിച്ചെടുക്കുക. ഞാനൊരു മൂടി കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊരു 40 മിനിറ്റ്സ് എടുക്കും ഈ കേക്ക് റെഡി ആവാനായിട്ട്. അപ്പോൾ കറക്റ്റ് ടൈം ഞാനിത് ആയതിനു ശേഷം പറയാം കേട്ടോ എത്ര മിനിറ്റാണ് എടുത്തതെന്നുള്ളത്. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം കേക്ക് ബേക്ക് ആവുന്നവരെ. ഇപ്പോൾ നമ്മൾ കേക്ക് വെച്ചിട്ട് ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഒന്ന് കേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് കേട്ടോ ടെസ്റ്റ് ചെയ്യണത്. ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. ടൂത്ത് പിക്കിലൊന്നും ആയിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. കാരണം അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടൊക്കെ ആറി കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കേക്ക് പതുക്കെ വിട്ടു വരും. അപ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്തതിന് ശേഷം കാണാം.
ഇപ്പോൾ അതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ നല്ല മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് പോരുന്നുണ്ട്. പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സൈഡൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലാണ് ഞാൻ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഇതൊന്നിങ്ങനെ വെക്കുകയാണ് ആദ്യം. പതുക്കെ ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഇതിൻ്റെ മുകളിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് പതുക്കെ നല്ല സോഫ്റ്റായിട്ട് പൊക്കിയെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലേക്ക് വെക്കാം. ഇതിൻ്റെ ബട്ടർ പേപ്പർ ഞാനിങ്ങ് റിമൂവ് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കേക്ക് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷിൻ്റെ ടോപ്പിംഗ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനല്ലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇനി അത് ഡെക്കറേറ്റ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാവേ. അത് ഓപ്ഷനല്ലാണ് കേട്ടോ, എല്ലാവരും ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇത് ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഡെക്കറേറ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാവേ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. അപ്പോൾ അതാ ഞാൻ കേക്ക് കട്ട് ചെയ്ത് പതുക്കെ പുറത്തേക്ക് എടുക്കുകയാണേ. അതാ നമ്മുടെ കേക്ക് ഇതെങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.